നമ്മുടെ ഈ ലോകത്ത് പല പല ആളുകൾ സൂയിസൈഡ്, ആക്സിഡന്റ് എന്നിങ്ങനെ പല രീതിയിലും മരണപ്പെടാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കേസിൽ എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്ന് ആർക്കും അത്ര പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള മേരി റീസറിന്റെ മരണത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 1951 ജൂലൈ 2 ഫ്ലോറിഡയിൽ മേരിയും തന്റെ മകനും കൂടി റൂമിലിരുന്നു കൊണ്ട് എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് മേരിയുടെ മകൻ അവിടെ നിന്നും പോയി. മുറിയിൽ തനിച്ചായ മേരി ഉറങ്ങാൻ തീരുമാനിച്ചു. മേരിക്ക് ഒരു ഹാബിറ്റ് ഉണ്ട്. എന്താണെന്നാൽ ചെയറിലിരുന്നു കൊണ്ട് ഒരു സിഗരറ്റും വലിച്ചാണ് മേരി സ്ഥിരമായി ഉറങ്ങാറുള്ളത്. അങ്ങനെ മേരി ഒരു സിഗരറ്റും വലിച്ച് ആ കസേരയിലിരുന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ 5 മണി ആയപ്പോൾ തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഹൗസ് ഓണർക്ക് എന്തോ കരിഞ്ഞ മണം അനുഭവപ്പെട്ടു. എന്നാൽ സമയം അതിരാവിലെ ആയതിനാൽ അയാൾ അത് കാര്യമാക്കാതെ വീണ്ടും കിടന്നുറങ്ങി. അങ്ങനെ സമയം 8 മണിയായി. മേരിയുടെ റൂമിൽ നിന്നും ശക്തിയായ കരിഞ്ഞ മണം അവിടെ മൊത്തം അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നറിയാൻ ഹൗസ് ഓണർ മേരിയുടെ റൂമിലേക്ക് പോയി. എന്നാൽ മേരിയുടെ റൂമിന്റെ ഡോർ അടഞ്ഞു കിടക്കുകയായിരുന്നു. ഹൗസ് ഓണർ ഡോർ തുറക്കാനായി ആ ഡോറിന്റെ ലോക്കിൽ പിടിച്ചപ്പോൾ കൈ പൊള്ളിപ്പോകുന്ന വിധം ആ ഡോറിന്റെ ലോക്ക് ചൂടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ അപ്പാർട്ട്മെന്റിൽ പെയിന്റ് അടിക്കാൻ വന്ന 2 ജോലിക്കാരുടെ സഹായത്തോടെ അവർ ആ ഡോർ തുറന്നു. ഡോർ തുറന്നപ്പോൾ അവർ കണ്ടത് വീടിന്റെ ഉള്ളിൽ നിറയെ പുകയും താഴെ ഒരു പിടി ചാരമായി കിടക്കുന്ന മേരി റീസറിനെയുമാണ്. ഇത് കണ്ട ഉടനെ എല്ലാവരും ഷോക്കായി. ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പോലും ആർക്കും ഒന്നും തന്നെ മനസ്സിലായില്ല. ശരീരം മൊത്തം കത്തിച്ചാമ്പലായപ്പോഴും മേരിയുടെ ഇടതുകാല് ഒരു പോറൽ പോലും സംഭവിക്കാതെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല മേരിയുടെ തലയോട്ടി ചുരുങ്ങി ചെറുതായ അവസ്ഥയിലാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതിനേക്കാൾ ആശ്ചര്യമായ കാര്യം എന്താണെന്നാൽ ഏകദേശം 4 മണിക്കൂർ 3000 ഡിഗ്രി ഫാരൻഹീറ്റിൽ തീ കത്തിക്കൊണ്ടിരുന്നാലാണ് ഒരു മനുഷ്യന്റെ ശരീരം കത്തിച്ചാമ്പലാകുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഈ 4 മണിക്കൂറും മേരിയുടെ റൂമിൽ തീ കത്തിക്കൊണ്ടിരുന്നാൽ 4 ചുവരൊഴികെ ബാക്കിയൊന്നും അവിടെ ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ മേരി ഉറങ്ങാനിരുന്ന ചെയറിന്റെ പിന്നിലുള്ള ചുവരിൽ പോലും തീ കത്തിയതിന്റെ ഒരടയാളം പോലും ഉണ്ടായിരുന്നില്ല. കൂടാതെ ആ വീട്ടിലെ പ്ലാസ്റ്റിക് ഐറ്റംസ്, ന്യൂസ് പേപ്പർ ഇതെല്ലാം ഒരു പോറൽ പോലുമേക്കാതെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് ശരിക്കും മേരിക്ക് സംഭവിച്ചത്? എങ്ങനെയാണ് അവർ ഒരു പിടി ചാരമായി മാറിയത്? ഇതേ സംശയം തന്നെയായിരുന്നു ഈ കേസ് അന്വേഷിച്ച പോലീസിനും ഉണ്ടായിരുന്നത്. മേരിക്ക് ഫയർ ആക്സിഡന്റ് ആവാൻ 3 സാധ്യതകളാണ് ഉള്ളത്. നമ്പർ 1, മേരി ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടാണ് ഉറങ്ങിയിരുന്നത്. ഇങ്ങനെയെങ്കിൽ കത്തിക്കൊണ്ടിരുന്ന സിഗരറ്റ് മേരിയുടെ ഗൗണിൽ തട്ടി മേരിയുടെ ദേഹം മൊത്തം തീപിടിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അവിടെയും ഒരു ദുരൂഹതയുണ്ട്. ഈ രീതിയിലാണ് മേരിക്ക് തീപിടിച്ചതെങ്കിൽ ദേഹം മൊത്തം കത്തിച്ചാമ്പലാകും. എന്നാൽ മേരിയുടെ ഇടതുകാൽ മാത്രം ഒരു പോറൽ പോലും സംഭവിക്കാതെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. നമ്പർ 2, ആ റൂമിൽ പെട്ടെന്ന് ഫയർ ആക്സിഡന്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഉപകരണങ്ങൾ മൂലം മേരിക്ക് തീപിടിക്കാം. ഉദാഹരണത്തിന് ഗ്യാസ് സിലിണ്ടർ. എന്നാൽ മേരിയുടെ റൂമിൽ ഈ ഉപകരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്പർ 3, ഈ ഒരു സാധ്യത വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സ്പോണ്ടേനിയസ് ഹ്യൂമൻ കമ്പഷൻ. അതായത് നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കായി കത്തി തീപിടിച്ച് ചാമ്പലാകുന്നത്. ഇത് കേൾക്കുമ്പോൾ പലർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല. എന്നാൽ ഈ ലോകത്ത് 200ഓളം കേസുകൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. 1470-ൽ പൊളോനസ് എന്ന വ്യക്തിയെ ഫോഴ്സ് ചെയ്ത് അമിതമായി ആൽക്കഹോൾ കുടിപ്പിച്ച് അന്നേ ദിവസം തന്നെ വൈകുന്നേരം അദ്ദേഹത്തിന്റെ ശരീരം ഓട്ടോമാറ്റിക്കായി തീപിടിച്ച് കത്തിച്ചാമ്പലായി മാറി. കൂടാതെ 1982-ൽ ജീൻ സാഫിൻ എന്ന വ്യക്തി ലണ്ടനിൽ ഇതുപോലെ ഓട്ടോമാറ്റിക്കായി ദേഹത്തിന് തീപിടിച്ച് മരണപ്പെട്ടു. എങ്ങനെയാണ് നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കായി തീപിടിക്കുന്നതെന്നാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫ്ലൂയിഡ്സ് ഉണ്ട്. ആ ഫ്ലൂയിഡ്സ് എല്ലാം ഗ്യാസായി മാറി നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് ഫ്യൂവലായി മാറി വളരെ പെട്ടെന്ന് തന്നെ ശരീരം തീപിടിച്ച് കത്തുന്നതാണ് സ്പോണ്ടേനിയസ് ഹ്യൂമൻ കമ്പഷൻ. അതുമാത്രമല്ല ഇലക്ട്രിസിറ്റി, സ്ട്രെസ്,
ബാക്ടീരിയ, അളവിൽ കൂടുതൽ ആൽക്കഹോൾ ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ ഈ കാരണങ്ങൾ കൊണ്ടും ശരീരത്തിന് തീപിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ ശരീരം മാത്രം കത്തുന്നത് കൊണ്ട് തൊട്ടടുത്ത വസ്തുക്കളിൽ ഒന്നും തന്നെ തീപിടിക്കില്ല. കൂടാതെ ശരീരത്തിലെ ചില അവയവങ്ങൾ ചാമ്പലാകാതെ അതേപടി തന്നെ അവിടെ ഉണ്ടാകും. സോ ഇതെല്ലാം മേരിയുടെ കേസിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതും വെറുമൊരു സാധ്യത മാത്രമാണ്. ശരിക്കും മേരി റീസർ എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് മേരിക്ക് മാത്രമേ അറിയൂ.